മുതലാളിയായി. എന്റെ മാത്രമല്ല കണ്ണന്റെ ഉപേക്ഷിച്ചു പോയ ഒരു കുട്ടിക്കാലമായിരുന്നു എന്റെ ചേട്ടനുണ്ടായിരുന്നത്. ആദ്യം ഇത്രേ ഉള്ള ഒരു ട്രോഫി വാങ്ങിച്ചു. ഞാൻ മിണ്ടാത്ത എന്റെ ചേട്ടൻ എന്ന് പറയുന്ന കണ്ണൻ ഒരു വലിയ പാട്ടുകാരനാണ്. അതെ അതെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹലോ, നമ്മളപ്പോ ഇന്ന് അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എവിടേക്കാണ്? ഗുഡ് മോർണിംഗ്. നമ്മളപ്പോൾ ഇന്ന് അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എങ്ങോട്ടേക്കാണ്? ക്രൊയേഷ്യയിലേക്ക്. യെസ്, ഇന്ന് ക്രൊയേഷ്യക്കാണ്. ഇന്നലെ ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. ഇന്ന് ഞങ്ങൾ ക്രൊയേഷ്യയിലേക്ക് വിടുവാണ്. എല്ലാവരും ക്ഷീണമൊക്കെ മാറ്റി നന്ന സുഖമായിട്ട് ഞങ്ങൾ ഉറങ്ങി ഫ്രഷ് ആയി. ഞങ്ങൾ ഇന്നലെ ഗ്രാസ് ഒക്കെ കുറച്ച് സിറ്റിയൊക്കെ രാത്രി കണ്ടു. എല്ലാ ലഗേജസും കയറ്റി പെട്ടികളെല്ലാം കയറ്റി വെക്കുവാണ്. ഇതെല്ലാം ഞങ്ങളുടെ ലഗേജസ് ആണ്. അപ്പൊ ഞങ്ങള് എല്ലാ സാധനങ്ങളും കാറിന്റെ അകത്ത് കയറ്റി ലഗേജസ് എല്ലാം എന്റെ ഓഫീസിൽ നിന്ന് കിട്ടിയതാ. എന്റെ സ്നാപ്പില് ഇഷ്ടപ്പെട്ടോ? ഇവിടെ ഭയങ്കര ഫോട്ടോ എടുപ്പൊക്കെയാണ്. അമ്മ ഫോട്ടോ ഷൂട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അച്ഛാ റെഡിയായോ? ഇരിക്കാനൊക്കെ സുഖമുണ്ടോ? അച്ഛൻ ഫ്രണ്ട് ഇരിക്കണ്ടേ? അതെന്താ? ബാക്ക് സുഖമായിട്ട് അച്ഛൻ ഇരിക്കും. അതുകൊണ്ട് അച്ഛൻ ബാക്ക് ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഞങ്ങളൊക്കെ അപ്പം എല്ലാം ഇറങ്ങി ഇനി ദീപുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇവിടുന്ന് ഞങ്ങൾ നേരെ പൊസിറ്റാനോ കേവിലോട്ടാണ് പോകുന്നത്, സ്ലൊവേനിയയിലുള്ള. അതിനുശേഷം ഞങ്ങൾ ക്രൊയേഷ്യ സ്പ്ലിറ്റിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. സോ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇപ്പം ഇന്നും 2 ദിവസത്തേക്ക് നല്ല വെയിലാണ്, കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്. യെസ്, നമ്മുടെ ദീപു എത്തിയേക്കുവാണ്. ബോളിവുഡ് വരെ എല്ലാം എടുത്തോ? ഗ്യാസും എല്ലാം ഓഫ് ചെയ്തു, എല്ലാം ചെയ്തു റെഡിയാക്കി. ഓക്കെ. അച്ഛനെ കാണാതെ പോയാൽ അച്ഛന്റെ പാസ്പോർട്ടും. കാരണം എന്റെ മാത്രമല്ല കണ്ണന്റെ അമ്മേ, ഇന്ന് ഉച്ചക്കുള്ള ആഹാരമൊക്കെ എടുത്തോ? എല്ലാം എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ചോറുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്തുണ്ട്, തൈരുണ്ട്, പാക്കറ്റില് ചമ്മന്തിപ്പൊടി. ഇപ്പം തന്നെ കഴിക്കാൻ കൊതിയാവും. മാങ്ങാച്ചാർ. മതി മതി. അപ്പൊ ഇതെല്ലാം കൂട്ടി ഞങ്ങള് അങ്ങോട്ട് കഴിക്കും. അരടി അടിക്കും സ്ലൊവേനിയ ചെന്നിട്ട്. നിങ്ങൾ ആരും വിചാരിക്കരുത് ഞങ്ങൾ ഇതെല്ലാം കൊണ്ടാണല്ലോ പോകുന്നതെന്ന്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നേരമെങ്കിലും നല്ല രീതിയിൽ നല്ല ചോറൊക്കെ കൂട്ടി കഴിക്കുമ്പം ഒരു സന്തോഷം. അങ്ങനെ നമ്മള് സ്ലൊവേനിയയിലേക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. സ്ലൊവേനിയ അല്ല, ഞങ്ങൾ ക്രൊയേഷ്യയിലോട്ടാണ് പോകുന്നത്. പക്ഷെ സ്ലൊവേനിയ ഒന്ന് നിർത്തി സ്ലൊവേനിയ കണ്ടിട്ടാണ് ഞങ്ങള് ക്രൊയേഷ്യയിലോട്ട് പോകുന്നത്. എല്ലാം റെഡിയായി, എല്ലാരും എല്ലാ ലഗേജസും എല്ലാം കേട്ടി നല്ലതായിട്ട് ഉറങ്ങി ക്ഷീണം എല്ലാം മാറ്റിട്ടാണ് ഞങ്ങൾ പോകുന്നത്. സാധനമില്ല, മറ്റേ നമ്മൾ എന്തൊക്കെയോ ജാക്കറ്റ് പൊങ്ങി നിന്നിട്ടാ. കഴിഞ്ഞ ദിവസം വരെ നമ്മൾ മൗണ്ടൻസ് ആണ് കണ്ടെങ്കിൽ നമ്മള് നാളെ തൊട്ട് കാണാൻ പോകുന്ന കാഴ്ചകളെല്ലാം വളരെ ഡിഫറെന്റ് ആണ്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ പിന്നെ ബീച്ചിലൊക്കെ പോകാന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ക്ലൈമറ്റ് നല്ലതാണ് നമ്മൾ നോക്കുമ്പോൾ വെതർ. സോ നമുക്ക് കാണാം അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി. അതുകൊണ്ട് നമ്മൾ സ്ലൊവേനിയയുള്ള ലേക്ക് ബ്ലഡ് ഇപ്പം കയറുന്നില്ല, പോകുന്ന വഴി. നമ്മൾ അതുകൊണ്ടാണ് പ്ലാൻ ചെയ്തത്. ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കും ചില ട്രാഫിക് ജാമൊക്കെ നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട് പോകുന്ന വഴി. പക്ഷേ കുഴപ്പമില്ല. ഗ്രാസിൽ നിന്ന് സ്ലൊവേനിയ പോകാൻ വേണ്ടിയിട്ട് കാർ ഡ്രൈവ് ഏകദേശം ഒരു 2.5 മണിക്കൂർ എടുക്കത്തുള്ളൂ. ഗ്രാസിന്റെ ബോർഡറാണ് ഈ സ്ലൊവേനിയ. 2.5 മണിക്കൂർ. പക്ഷെ പേരെന്ന് പറയുന്നത് സ്ലൊവേനിയ അല്ലേ? സ്ലൊവേനിയ നമ്മൾ അതിന് മുന്നേ കയറും. സ്ലൊവേനിയ എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ. അതെ, ഒരു 56 മിനിറ്റ് എടുക്കത്തുള്ളൂ നമ്മൾക്ക് സ്ലൊവേനിയ ബോർഡർ കയറാൻ. അതിനുശേഷം നമുക്ക് ഈ കേവിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു 1.5 hours കൂടെ. സോ ടോട്ടൽ 2.5 മണിക്കൂറിൽ നമ്മൾ പോസ്റ്റിയാനോ കേവിലെത്തും. നമ്മളവിടെ ഓൾറെഡി ഗൈഡഡ് ടൂർ എടുത്തിട്ടുണ്ടായിരുന്നു. ഗൈഡഡ് ടൂർ അല്ല, നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഗൈഡഡ് ടൂറിനുള്ള സമയം നമുക്ക് വലുതായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ്
ജസ്റ്റ് ആ കേവിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പം നല്ലൊരു കേവ് ഒക്കെ കണ്ട് നമ്മൾക്ക് പോകാം. ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി ഡീസലൊക്കെ അടിച്ച് ഫുൾ ടാങ്ക് ആക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പം ഇവിടുത്തെ റെസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ പമ്പുകൾ കാണാം. എല്ലാ റെസ്റ്റ് സ്റ്റേഷനിലും കാണത്തില്ല, ഒരുവിധമുള്ള റെസ്റ്റ് സ്റ്റേഷനുകളെല്ലാം നമുക്ക് കാണാം. സോ അവിടെ നിർത്തി ഞങ്ങൾ ഫ്യൂവല് ഫില്ല് ചെയ്യുവാണ്. നമ്മൾ 56 ലിറ്റർ അടിച്ചു. 123 യൂറോസായി. 1 ലിറ്ററിൻ്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 യൂറോ 199 സെന്റ് ആണ്. ഇതെങ്ങനെയാണ് നമ്മൾ പേ ചെയ്യുന്നത്? ഇവിടുന്ന് ഈ നമ്പർ പറഞ്ഞാൽ മതിയോ നമ്മൾ അടിക്കുന്ന നമ്പർ? അത് അവിടെ ചെന്ന് പറയണം അല്ലേ? എപ്പോഴും അങ്ങനെയാണ്? അതോ ഇവിടെ തന്നെ കൊടുക്കാൻ പേ ചെയ്യാൻ ഉണ്ട്? നമ്മളിപ്പം തൊട്ട് കഴിപ്പൊക്കെ തുടങ്ങി. പഴം അച്ഛൻ നൈസായിട്ട് പുറകെ ഇരിക്കുന്നത് മനസ്സിലായി. അച്ഛൻ്റെ കയ്യിലാണ് എല്ലാ സാധനത്തിന്റെ സ്റ്റോക്ക്. ഓറഞ്ചൊക്കെ അതെ 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 അതെ. നമ്മള് പഴം അതേപോലെ ഓറഞ്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റിക്കർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഓസ്ട്രിയയിലെ ടോളിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്വിറ്റ്സർലൻഡിലും സ്ലൊവേനിയയിലുമാണ് ഈ വിനേറ്റ് വേണ്ടത്. ക്രൊയേഷ്യയിൽ വേണ്ട. ക്രൊയേഷ്യയില് ടോളുകളുടെ അവിടെ ബൂത്തിൽ തന്നെ നമ്മൾ പേ ചെയ്ത് പോയാൽ മതി, ഓരോ മോട്ടോർവേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. ഇവിടെ എത്രയായി? ഇവിടെ 36 സംതിങ്, 36 യൂറോ സംതിങ് ആയി 7 ദിവസത്തേന്. സ്വിറ്റ്സർലൻഡിനെക്കാട്ടിലും കാശ് കൂടുതൽ ഇവിടെ തോന്നുന്നു. സ്വിറ്റ്സർലൻഡിൽ പക്ഷെ 1 വർഷത്തേക്കാണ് നമുക്ക് കിട്ടുന്നത്. മിനിമം 1 ഇയർ ആണ്. അത് എത്രയായിരുന്നു? അത് 70 ആയിരുന്നു. 70. ഓക്കെ, മിനിമം അവിടെ 70 CHF ആണ്. അത് 1 കൊല്ലത്തേനേ കിട്ടുള്ളൂ, മിനിമം അല്ല. ഓക്കെ, അത് 1 കൊല്ലത്തേക്ക് കിട്ടുള്ളൂ, മിനിമം ഇല്ല. അത് 1 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മളത് മേടിക്കുമ്പോൾ ഡിസംബർ അല്ല ജനുവരി അവസാനം വരെ എങ്ങാണ്ടേ കിട്ടുള്ളൂ എപ്പോ മേടിച്ചാലും. ഇതുണ്ടെങ്കിൽ നമ്മൾക്ക് ടോൾ ഗേറ്റിന്റെ അവിടെ ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. സ്വിറ്റ്സർലൻഡിലൊന്നും കണ്ടില്ല. പക്ഷെ ഓസ്ട്രിയയിൽ ഇത് ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ കൊടുക്കണം, ടോൾ ഗേറ്റ് ടോൾ കൊടുക്കണം. സ്ലൊവേനിയയുടെ കേസിൽ അങ്ങനല്ല. നമ്മൾക്ക് ഇത് എടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് ടോൾ ഗേറ്റിലൊന്നും ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അത് നമ്മൾക്ക് ഈ പെട്രോൾ ഡീസൽ പമ്പിൽ വെച്ച് കിട്ടുന്നതായിരിക്കും. അപ്പം അതൊക്കെ എടുത്തു. ഇനി ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 2 മണിക്കൂർ 10 മിനിറ്റും കൂടെ ഉണ്ട്. അവിടെ ഞങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു ഈ കാറിൽ എയറൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, ടയറിൻ്റെ എയറൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ പോവാണ്. എൻ്റെ യൂട്യൂബിലെ ഇൻസ്റ്റാഗ്രാമിലെ ഫാൻസ് ആണ് ഈ പുറകിരിക്കുന്നത്. അതെ അതെ അതെ. എൻ്റെ കോസ്റ്റ്യൂമിനെ പറ്റിയൊക്കെ പറയുവാണ്. ഇവർക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളും ഒക്കെ. ഇവർക്ക് ഞാൻ ചെയ്ത വീഡിയോ ഒക്കെ ഇപ്പോൾ ഒരു 20 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ട്. അത്ര ഇഷ്ടമാണ് അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ. ഇനിയും കൂടുതൽ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ. ഈ നിമിഷത്തിൽ കാണാൻ ഒരു പാട്ട് പാടുക. കണ്ണ ഒരു പാട്ട് പാടും. നിങ്ങൾ വിചാരിക്കുന്നതല്ല കേട്ടോ. എൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന കണ്ണൻ ഒരു വലിയ പാട്ടുകാരനാണ്. അച്ഛനും അമ്മയും പഠിക്കുന്ന സമയത്ത് പഠിത്തം മാത്രം മതി എന്ന് പറഞ്ഞതിനാൽ പാട്ടുപേക്ഷിച്ചു പോയ ഒരു കുട്ടിക്കാലമായിരുന്നു എൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്നത്. പാട്ടുപേക്ഷിച്ചു പോയ ഒരു കുട്ടിക്കാലം. എത്തി നോക്കും. ഞാൻ ഇന്ന് ഓർക്കുന്നു, ആദ്യമായി ഞങ്ങളുടെ വീടൊരു അറയും നിരയുമുള്ള ഒരു വീടായിരുന്നു. ആ വീടിന്റെ മേളിൽ ഞങ്ങൾ ടാങ്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു വലിയ വാർത്ത ഒരു സ്ഥലത്തായിരുന്നു. അതിൽ വലിഞ്ഞു കയറി നിന്ന് നമ്മുടെ അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന പാട്ട് കേട്ട് പഠിച്ച് ആദ്യം ഇത്രയുള്ള ഒരു ട്രോഫി വാങ്ങിച്ചു. ആ ട്രോഫി ഞങ്ങൾ ഇപ്പോഴും വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോകുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ആ
അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. ആ പാട്ട് പാടിയാണ് ചേച്ചിയെ വളച്ചത്. ആ ഒരു ഇതൊക്കെ കൊണ്ടായിരിക്കാം ഇപ്പം ഒരു വലിയ മുതലാളിയായി. നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന ഗെറ്റപ്പ് അല്ല നമ്മൾ വൈകിട്ട് എത്തുമ്പോ ജാനകി മാറും. മുതലാളി മാറും. ദോശ 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 ആ കൊള്ളാം. ചുണ്ടുള്ള തത്തമ്മയുടെ ഷേപ്പൊക്കെ ആമ പോലെ ആയിട്ടുണ്ട്. മാലുണ്ട്, ചുണ്ടുണ്ട്. ഞങ്ങൾ ഇനി ഇപ്പം തൊട്ട് നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയത് വീട് തൊട്ട് തുടങ്ങിയതാണ്. ഇനി ഇത് തീരുന്നത് സ്ലൊവേനിയ ചെന്ന് തിരിച്ച് വീട് വരെ എത്തുന്നത് വരെ കഴിപ്പായിരിക്കും. അച്ഛനാ മിണ്ടാത്ത ആ കാണുന്നതാണ് സ്ലൊവേനിയയുടെ ഫ്ലാഗ്. ആണോ? ആണോ? കമ്പനിയുടെ ഫ്ലാഗ് ആണോ? നോക്കിയ സ്ലൊവേനിയൻ ഫ്ലാഗ്. ഇത്ര സമയം നമ്മൾക്ക് മഴയൊന്നും ഇല്ല, നല്ലൊരു വെതർ ആയിരുന്നു. ഇപ്പം ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്. ഞങ്ങൾ കുറെ പ്ലാനിങ്ങോട് കൂടിയാണ് പോകുന്നത് ക്രൊയേഷ്യയില്. എന്താകുമെന്നറിയത്തില്ല. മഴ പെയ്താലും കുഴപ്പം വരില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ ഭയങ്കര മഴയായാൽ ഞങ്ങളുടെ കുറെ കാര്യങ്ങളൊക്കെ അഫക്ട് ചെയ്യും. നോക്കാം. അമ്മയൊക്കെ വെള്ളത്തിൽ ചാടാൻ റെഡി ആയിട്ടിരിക്കുക. നമ്മള് പണ്ടത്തെ പഴം പുരാണങ്ങളൊക്കെ പറഞ്ഞാണ് യാത്ര ചെയ്യുന്നത്. തുണികളൊക്കെ ആണല്ലോ കുഞ്ഞിനെ കിടത്തുന്നതൊക്കെ, വെള്ളം മുണ്ടിന്റെ ഒക്കെ മൂത്രമൊക്കെ വെച്ച് തുണിയെല്ലാം ആ ചേച്ചി കഴുകാനായിട്ട് ഇങ്ങനെ വെച്ചേക്കും. കഴുകിയിട്ടിട്ട് ബാക്കി പിന്നെ ഉള്ളത് ഇങ്ങനെ തൊട്ടിയിലിട്ട് വെച്ചേക്കും. നേരം പോലെ കഴുകാൻ എല്ലാം ആദ്യത്തെല്ലാം കഴുകി കളഞ്ഞിട്ട് ഇവന് അന്നേരം നമ്മുടെ അവിടുത്തെ ഒരു കളരിയുണ്ട്. അവിടെ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി കാര്യം ചുമ്മാ വീട്ടിലിരിക്കേണ്ടത്. ഇവൻ കളരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഉടനെ ഒരു അഴുക്ക് തോർത്ത് എടുത്തു തൊണ്ടി പെണ്ണിന്റെ മൂത്രത്തുള്ളി നനയ്ക്കല അവന്റെ ജോലി. പൈപ്പിലെ വെള്ളം കണ്ടോ? അത്ര സ്നേഹമായിരുന്നു എന്റെ ചേട്ടൻ എന്നോട്. എന്റെ മൂത്രത്തുണി കുഞ്ഞിലെ നനയ്ക്കുന്ന കഥയാണ് അമ്മ ഇപ്പം പറഞ്ഞത്. നമ്മളപ്പം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി 1 മണിക്കൂറും കൂടെ ഉണ്ട് എത്താന്. ഉറക്കം വന്നു തുടങ്ങി. അപ്പൊ ഉറക്കം പോകാൻ വേണ്ടിട്ട് ഞങ്ങള് ഒരു സാധനം കൊണ്ടാണ് വന്നത്. ഈ കാണുന്നത് ഇതാണ് സൺഫ്ലവർ സീഡ്. നല്ല ഉപ്പിലിട്ട് റെഡിയാക്കിയ സൺഫ്ലവർ സീഡാണ്. ഇതിങ്ങനെ പൊളിച്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉറക്കം പോവും. ഇതിങ്ങനെ പൊളിക്കുക. ഇതിൻ്റെ അകത്ത് ചെറിയൊരു അരിയുണ്ട്. ദാ ഈ കാണുന്നതാണ് അതിൻ്റെ അരി. നമ്മുടെ ഈ കാഷ്യൂൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇത് ഒരെണ്ണത്തിൽ ഇത്രയും ചെറിയ അരിയേ ഉള്ളൂ. കുറച്ച് പൊളിച്ചാൽ മാത്രമേ നമുക്ക് നല്ലതായിട്ട് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. നല്ല ടേസ്റ്റ് ആണ്, അതേപോലെ ഗുണമുണ്ട്. അപ്പം ഇതൊക്കെ കഴിച്ച് നമുക്ക് പോവാം. അപ്പം ഡ്രൈവറിനും പൊളിച്ചു കൊടുക്കേണ്ട പണി എൻ്റെയാണ്, ഫ്രണ്ടിലിരിക്കുന്നത് കൊണ്ട്. അതിനെ കടിക്കുക, കടിച്ച് തോട് പൊട്ടിക്കുക. വിത്തെന്ന് വേണം പറയാൻ, അരി തന്നെ. എന്നിട്ട് ഡ്രൈവറിന് നമ്മൾ കൊടുക്കുക. പുറകെ ഇരുന്ന് ദീപു എന്തോ കല്ലെടുക്കുന്നുണ്ട്. ആ നമ്മുടെ ജെംസ്, നമുക്ക് സ്മാർട്ടീസ് ഞാൻ വിചാരിച്ചു സ്വിറ്റ്സർലൻഡിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ കണ്ടുപിടിച്ചു, ദീപു കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മുടെ സ്റ്റോറിന്ന്. അപ്പൊ ഞങ്ങൾ ഈ ജെംസ് ഒക്കെ കഴിച്ച് പോട്ടെ. അപ്പൊ നിങ്ങളെ ഈ പോകുന്ന വഴി ഞങ്ങളുടെ ഒരു എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ കാണിക്കാന്നോർത്താണ് ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. നിങ്ങളിത് എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി നമ്മളിത് കഴിച്ചു തീർക്കട്ടെ, ഉറക്കം പോട്ടെ. അപ്പൊ നമ്മൾ പൊസിറ്റാനോ കേവിൽ ഒരു 6 മിനിറ്റിലെത്തും. ചെറിയ മഴയുണ്ട് എങ്കിലും കുഴപ്പമില്ല. നമ്മളിനി അവിടെ ചെന്നിട്ട് അമ്മ ഉണ്ടാക്കിയ സ്വാദിഷ്ടമായ ചോറും കറികളും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങള് കേവിലേക്ക് കയറാനാണ്. കേവിൽ ഏകദേശം ഒരു 1.5 hours ഉണ്ട് ചുറ്റിക്കറങ്ങി കാണാന്. പൊസിറ്റോന കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 of the ലോങ്സ്റ്റ് കേവ് ഇൻ സ്ലൊവേനിയ ആണ്. 24 കിലോമീറ്റേഴ്സ് ലോങ് ആണ്. അതിൽ 5 കിലോമീറ്റേഴ്സ് മാത്രമേ പബ്ലിക്കിന് ആക്സസിബിൾ ആയിട്ടുള്ളൂ. അതിൽ 3.5 കിലോമീറ്റർ ട്രെയിനിലാണ്. ചെറിയ ട്രെയിൻ ഉണ്ട് അതിൻ്റെ അകത്തൂടെ, കേവിനകത്തൂടെ പോകാൻ. പിന്നെ ബാക്കിയുള്ള 1.5 കിലോമീറ്റർ നമ്മൾ നടന്ന് കാണുന്നതാണ്. ബാക്കിയൊക്കെ അവിടുത്തെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം.
ഇപ്പം എത്തി ഞങ്ങൾ കഴിച്ചിട്ട് അതിനകത്തേക്ക് കയറി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. സ്ലൊവേനിയയിൽ വന്നാൽ മിസ്സാക്കാൻ പറ്റാത്ത ഒരു നല്ല സ്പോട്ടാണ് ഈ പൊസിറ്റിയാനോ കേവ്. വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ്, അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ ടൂറിസ്റ്റുകൾ വന്ന് കാണാറുള്ളതാണ്. മോസ്റ്റ് വിസിറ്റഡ് ടൂറിസ്റ്റ് പ്ലേസും കൂടെ ആണ്. ഇത് കണ്ടോ, കാർ പാർക്കിങ്ങിലൊക്കെ നിറച്ച് കാറാണ്. ഇവിടെ നല്ല തിരക്കുള്ള സ്ഥലമാണ്. നമ്മൾ പാർക്കിങ്ങിനുള്ള ഇതൊക്കെ എടുത്തു. ഇനിയും അങ്ങോട്ടേക്ക് പോകണം. നമ്മൾക്ക് കിട്ടിയേക്കുന്ന സ്ലോട്ട് 3 മണിയാണ്. അപ്പോഴേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കഴിച്ച് 2:45 ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് ആ സ്പോട്ടിലെത്തണം. സോ എൻ്റെ നെക്സ്റ്റ് വീഡിയോ പോസ്റ്റിയാനോ കേവിനെ പറ്റിയിട്ട് മാത്രമുള്ളതാണ്. നിങ്ങളാരും ഇന്നേ വരെ കാണാത്ത ഒരു ടൈപ്പ് കേവാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. സ്റ്റേ ട്യൂൺഡ്. അണ്ടിൽ ദെൻ ബൈ ബൈ.